തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പച്ചമലപ്പള്ളി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം അരങ്ങേറിയത് ഇവിടെയാണ്. ഞങ്ങളുടെ നാട് കണ്ട ഏറ്റവും ഗംഭീരമായ മിന്നുകെട്ടായിരുന്നു അത്. മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ മനസമ്മതവും മിന്നുകെട്ടുമൊക്കെ മത്സര ഇനങ്ങളുടെ ഗണത്തിലാണല്ലോ പെടുന്നത്. പോലീസ് അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരം, റവന്യൂ, MP-മാർ, MLA-മാർ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരെല്ലാം ഭയക്കുന്ന ചീഫ് വിപ്പും. കുട്ടിക്കാനം കിഴക്കേപ്പുര വീട്ടിലെ പ്രമുഖ പ്ലാന്ററും ഇടുക്കി ജില്ലയിലെ സാമൂഹിക പ്രവർത്തകനും പ്രമുഖ അബ്കാരിയും കേരള കോൺഗ്രസ് സിറ്റിയവര ഗ്രൂപ്പ് മണ്ഡലം സെക്രട്ടറിയും ഇക്കാണുന്ന പള്ളിമേട തന്നെ മുതുക്കിപ്പണിത് തന്നവനുമായ പ്ലാന്റർ തോമസിൻ്റെയും ഭാര്യ ആനി തോമസിൻ്റെയും മകൾ സാറയെ ക്രിസ്തീയാചാരപ്രകാരം വിവാഹം ചെയ്ത് ഭാര്യയായി സംരക്ഷിക്കാൻ നിനക്ക് സമ്മതമാണോ? ജോണിക്ക് സമ്മതമാണോ എന്ന്? സമ്മതമാണ്. തൊടുപുഴ മുതലത്തോട്ടം മേലേത്താഴത്ത് കുടുംബത്തിലെ ബിൽഡറും ബിസിനസ്സുകാരനുമായ മാത്യൂസിൻ്റെയും ഭാര്യ സൂസന്നാമ്മയുടെയും മകൻ ജോണി മാത്യൂസിൻ്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണല്ലോ അല്ലേ? അത് പിന്നെ സമ്മതമല്ലച്ചോ. ആരാത് പറഞ്ഞത്? ഞാനാന്നേ. മടങ്ങിയിട്ട് അച്ചോ, ഈ ലോകത്ത് ഒരേ ഒരാൾ വിവാഹം കഴിക്കാനേ മനസ്സുകൊണ്ട് സാറ് സമ്മതിക്കത്തുള്ളൂ. ഈ എന്നെ. അച്ചോ, ക്രിസ്തുദേവന്റെ പ്രധാനപ്പെട്ട വചനം എന്നതാ പരസ്പരം സ്നേഹിക്കുക. ഞാൻ സാറേയും സാറ് എന്നെയും സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. അച്ചോ, കർത്താവ് സ്വർഗത്തിൽ കൂട്ടിച്ചേർത്ത ബന്ധമാണ് ഞങ്ങളുടേത്. ഒരു സാത്താന്റെ സ്വാധീനത്തിൽപ്പെട്ട് അച്ഛൻ ഞങ്ങളുടെ ബന്ധം വേർപിരിക്കാൻ കൂട്ടു നിൽക്കരുത്. ഒരു പൗരന്റെ ന്യായമായ അവകാശം സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹായിക്കണം. പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. മുഖ്യം പറഞ്ഞാൽ അതിന്റെ ശരി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, അല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ശരിവെച്ചത്. ആ ഐക്യത്തിന്റെ ധൈര്യത്തിൽ എല്ലാ കാലത്തും വർക്കൗട്ടാവുന്ന കർത്താവ് എന്ന സെന്റിമെന്റ്സ് ഞാൻ പുറത്തെടുത്തു. അച്ഛനറിയാവോ, ഇവളെ ഇത്രയും കാലം വീട്ടുതടങ്കലിൽ വെച്ചേക്കുമായിരുന്നു. അച്ചോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് അത്ര വലിയ കുറവാണോ അച്ചോ? തൊഴിലാണ് മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നെങ്കിൽ ക്രിസ്തുദേവൻ മരപ്പണിക്കാരനല്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ നമ്പർ ഏറ്റു. അച്ഛൻ കൺഫ്യൂഷനിലായി. അച്ചോ, ഇവർക്ക് ചിലപ്പോൾ ഞങ്ങളെ കൊല്ലാൻ പറ്റുമായിരിക്കും അച്ചോ, പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തെ കൊല്ലാൻ പറ്റത്തില്ല. അല്ലയോടി, നിന്നെ കൊല്ലും, നിന്റെ സ്നേഹത്തെ ഞാൻ കൊല്ലും. നിർത്തേ. എടാ, നീ ആ കുട്ടിക്കാനത്ത് സ്റ്റുഡിയോ അടുത്തിരുന്ന് മരിച്ചുപോയ പോളേട്ടന്റെ മോനല്ലേ ജോർജ് അങ്കിൾ? ഇവൻ എന്റെ വോട്ടറാ. നിങ്ങളൊന്ന് സമാനപ്പെടും. ചീഫ് ഇപ്പൊ ജോർജിന്റെ വോട്ടർ. നിങ്ങളുടെ മോളെ തല്ലേ കൊല്ല എന്നാ വേണമെങ്കിലും ചെയ്യും. പക്ഷേ എന്റെ വോട്ടറുടെ മേലെ ഒരു തരി മണ്ണ് വീണാലേ എന്റെ സ്വഭാവം അറിയാലോ. ചീഫ് വിപ്പിന്റെ സ്വഭാവം അറിയാവുന്നവർ ഒന്നറച്ചു. പച്ചമല പള്ളിമേട കേരള നിയമസഭയായി മാറുന്നത് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞു. തർക്കിക്കാൻ ഒരു പുതിയ കാര്യം വീണ് കിട്ടിയാൽ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം പാടേ മറന്നു പോകുന്ന മലയാളിയുടെ പൊതു സ്വഭാവം എനിക്ക് തുണയായി. ഓടണം, വീഴും.
പള്ളിമുറ്റത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുട്ടിക്കാനം മുഴുവൻ ടോട്ടിച്ചില്ലേ? മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും MLA-ക്കും MP-ക്കും ഒക്കെ എസ്കോട്ട് വന്ന പോലീസുകാർ പള്ളിയുടെ മുറ്റത്ത് നിൽപ്പുണ്ട്. അവിടെ നിന്നിട്ട് വേണം ഞങ്ങൾക്ക് പണി കിട്ടാൻ. പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ്സും ടിക്കറ്റും ഒക്കെ ബാഗിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ഹൈ റേഞ്ച് ഹോട്ടലിൽ പോകുന്നു. ഡ്രസ്സ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ബെന്നിച്ചന്റെ ജീപ്പ് അവിടെ റെഡിയാ, അതിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. പക്ഷെ ഞങ്ങൾ ഈ അവസ്ഥ ഇവിടുന്ന് പോയാ നിന്റെയൊക്കെ കാര്യം. ഞങ്ങളുടെ കാര്യം പോക്കാ. എടാ എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അധികം സമയം കളയണ്ട, വന്ന് വണ്ടി കയറ്. എടാ ബാ പോവാം. നമ്മൾ എന്നാത്തിനെ ഇങ്ങോട്ട് വന്നേന്നറിയാമോ? കുറച്ചുകൂടി വിശാലമായ സ്ഥലത്ത് നിന്ന് വഴക്കൂടാൻ. അല്ല, വഴക്കൊക്കെ അവസാനിപ്പിക്കാൻ. എന്നേക്കുമായി. അങ്ങനെയൊക്കെ നടക്കൂ? ഡിവോഴ്സിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എപ്പോഴാണ് ഈ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എന്ത് നീ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഞാനങ്ങ് തകർന്നു പോകുന്നു വിചാരിച്ചു. പിരിയാന്ന് പറയുമ്പോ ഒന്ന് പതറുന്നെങ്കിലും വിചാരിച്ചു. എവിടെ എന്ത് വന്നാലും ഉറപ്പിച്ച് നിൽക്കല്ലേ? എടി, നീ ഉറപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് ഉറപ്പിച്ചതാ. എനിക്ക് സന്തോഷമുള്ളൂ നിന്നെ പിരിയാൻ. സന്തോഷത്തിന്റെ കാര്യം എനിക്കറിയാം. ഇനിയിപ്പോ ഫുൾ ഫ്രീഡം ആവുമല്ലോ. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം അല്ലേ? കൊണ്ടുവരും. എടി, നീ ആ മോഡലിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ നീ എന്നൊക്കെ പറഞ്ഞാലും അവളുടെ പേരിലുള്ള സംശയം നിനക്ക് മാറത്തില്ലെന്നല്ല, നിനക്ക് മാറ്റണ്ട. കാരണം നമ്മുടെ ഈ ബന്ധം ഒരു ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നിനക്ക് ഒരു റീസൺ വേണം. അതാണ് ആ മോഡൽ, നിന്റെ തുറുപ്പ് ചീട്ട്. നിങ്ങൾക്ക് നാണല്ലേ മനുഷ്യന്റെ അടുത്ത് സംസാരിക്കാൻ? ഇല്ല. എനിക്കറിയാം. എനിക്ക് ഡിവോഴ്സ് വേണമെങ്കിലേ ഇവിടെ വന്ന് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യമുണ്ട് എനിക്ക്. അല്ലാതെ ഏതൊരു മോഡലിനെ പറ്റി സംസാരിക്കേണ്ട കാര്യം. ധൈര്യത്തിന്റെ കാര്യം നീ ഇവിടെ പറയണ്ട. നിന്റെ അപ്പൻ പാലത്തിങ്കൽ തൊമ്മിയുടെ ധൈര്യത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം. എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. അങ്ങനെ അപ്പനെയും അമ്മയെയും അറിയാത്ത അച്ചാച്ചന്മാരെയും തെറി പറഞ്ഞ് ഞങ്ങൾ ആ പ്രേമവിവാഹം ഒരു വിധത്തിൽ കുടുംബ കോടതിയിൽ കൊണ്ടെത്തിച്ചു. സിനിമകളിൽ മാത്രം കണ്ട് പരിചയമുള്ള കുടുംബ കോടതി, വിവാഹമോചനം എന്ന മോക്ഷം തേടി വരുന്നവർക്ക് താങ്ങും തണലുമാവേണ്ട കോടതി, വേർപെടാൻ തീരുമാനിച്ചവർക്ക് 2 കയ്യൊപ്പുകൊണ്ട് അത് സാധ്യമാക്കി തരേണ്ട കോടതി. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല പ്രസ്തുത കോടതികൾ പ്രവർത്തിക്കുന്നതെന്ന് ഞെട്ടലോടെ ഞങ്ങൾ മനസ്സിലാക്കി. വെറുത്തു കഴിഞ്ഞ 2 മനസ്സും ശരീരവും വീണ്ടും 6 മാസക്കാലം ഒരുമിച്ച് ജീവിക്കണമത്രേ. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? मिस्टर जीवन, आप लोग इसमें हस्ताक्षर कर दीजिए.